ഹായ് ഹലോ, സൂപ്പർ നോട്ട്സിന്റെ 5 AM ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ സെഷൻ ആരംഭിക്കാം. നിങ്ങൾ ആ പിക്കിൽ കണ്ടോ, ഒരു മരുഭൂമി, അതിൻ്റെ തൊട്ടടുത്തൊരു പച്ചപ്പ് അല്ലേ? ഇത് സൗദി അറേബ്യയിലെ ഒരു ചിത്രമാണ്. ഞാൻ നെറ്റിൽ കണ്ടപ്പോൾ യാദൃശ്ചികമായിട്ട് എടുത്തതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. മരുഭൂമി എന്ന് പറയുന്ന ഒരു സാധനത്തെ വെറുതെ അങ്ങ് വിട്ടിട്ട് അവിടെ ഇനി ഒന്നും കാക്കില്ല, അവിടെ ഇനി ഒന്നും വളരില്ല, അതുകൊണ്ട് അതിൻ്റെ പുറകെ പോയി സമയം കളയണ്ട എന്ന് വിചാരിച്ചിരിക്കാതെ മരുഭൂമിയിൽ നിന്നും നമുക്ക് വിളവെടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചതിൻ്റെ ഫലമായിട്ട് പല ടെക്നോളജിയുടെയും പല ദീർഘവീക്ഷണത്തിൻ്റെയും ഫലമായിട്ട് സൗദി അറേബ്യ മരുഭൂമികളിൽ നിന്നും കൃഷി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്നും കിട്ടില്ല എന്ന് പറയുന്ന ഒരു നിലത്തിൽ നിന്നും അവരുടെ വിൽ പവർ കൊണ്ട്, അവരുടെ പ്രവൃത്തി കൊണ്ട്, ടെക്നോളജി കൊണ്ട് അവർ പുതിയ പുതിയ കൃഷി അല്ലെങ്കിൽ പുതിയ പുതിയ വരുമാന മാർഗങ്ങൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് എന്താണ് പഠിക്കാനുള്ളത്? വളരെ സിമ്പിളായിട്ട് പറയാം. ഒന്നും കിട്ടില്ല, എനിക്കൊന്നും നേടില്ല, എൻ്റെ ലൈഫ് വെറുതെയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? കഷ്ടപ്പെട്ടാൽ, നമ്മൾ പ്രവർത്തിച്ചാൽ ഉറപ്പായിട്ട് നമുക്ക് അവിടെ റിസൾട്ട് കിട്ടും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. നിങ്ങൾ വർക്ക് ചെയ്യണം, പോസിറ്റീവായിട്ട് ചിന്തിച്ച് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലിയിലേക്ക് കടക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്താണ്? നോക്കിക്കടാ. ഓപ്ഷൻ എ കാൽസ്യം ധാതുവിന്റെ അപര്യാപ്തത, ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അമിതമായ ധാതുക്കളുടെ സാന്ദ്രത, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ കുറവ്, ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് അസ്ഥികളിൽ ജലത്തിന്റെ കുറവ്. ഓപ്ഷൻ എ ബി സി, അതുപോലെ എ സി ഡി, അതുപോലെ എയും സിയും ഉള്ളി, ഓൾ ഓഫ് ദി എബോവ്. ഇത്രയാണ് നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഇതിൻ്റെ ആൻസർ എന്താവാനാണ് സാധ്യത? ഒന്നൊന്ന് ആലോചിച്ച് നോക്കിയടാ. ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? രാവിലെയാണ് ഉറക്കം എണീറ്റിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങി ഇരിക്കാതെ നല്ല ഉഷാറായിട്ട് ഇരുന്നടാ. നോക്കടാ, ഒന്നാമത് ഇവിടുത്തെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഉണ്ട്. കാൽസ്യം ധാതുവിന്റെ അപര്യാപ്തത. ശരിയാണ്, കാൽസ്യം ധാതുവിന്റെ അപര്യാപ്തത ഓസ്റ്റിയോപൊറോസിസിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്ത് രണ്ടാമത് പറയുന്ന അമിതമായ ധാതുക്കളുടെ സാന്ദ്രത, അതുമായിട്ട് യാതൊരു ബന്ധവും നിങ്ങൾ ഉൾപ്പെടുത്തണ്ട. 3, വിറ്റാമിൻ ഡിയുടെ കുറവ്. ഉറപ്പാണ്, വിറ്റാമിൻ ഡിയുടെ കുറവ്, അതുപോലെ കാൽസ്യത്തിന്റെ കുറവ്, ഇതൊക്കെ എന്തിന് കാരണമാകാം? ഓസ്റ്റിയോപൊറോസിസിന് കാരണമാകാം. സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണെന്ന് മറക്കണ്ട. എന്താണ് നമ്മുടെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ആണ്. നമുക്ക് നോക്കാം മക്കളെ, എന്താണ് ഓസ്റ്റിയോപൊറോസിസ് എന്നതുമായി ബന്ധപ്പെട്ടിട്ട് അസ്ഥിയുടെ സാന്ദ്രത കുറയുകയും അങ്ങനെ അത് ദുർബലമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് മക്കളെ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്? അസ്ഥികളുടെ സാന്ദ്രത കുറയുകയും അത് ദുർബലമായി പോവുകയും ചെയ്യുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ദുർബലമായി കഴിഞ്ഞാൽ അസ്ഥികൾ ഒടിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മറക്കണ്ട. അപ്പോൾ അസ്ഥികൾ അവിടെ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. കാൽസ്യം എന്ന് പറയുന്നത് അസ്ഥിയുടെ ഒരു പ്രധാന ഘടകമാണ്. മക്കളെ അറിയാമല്ലോ, കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കാൽസ്യം ഫോസ്ഫറസ് അടങ്ങുന്നതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. കാൽസ്യമാണ് ഫോസ്ഫറസ് ആണ് കൂടുതലെന്ന് ചോദിച്ചാൽ അവിടെ കാൽസ്യമാണ് കൂടുതൽ. അസ്ഥിയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ള സംയുക്തം ഏത് എന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ഒരു സംയുക്തമാണ്. അസ്ഥിയുടെ 85% എത്രയാണ്ട? അസ്ഥിയുടെ 85% ഏത് സംയുക്തമാണെന്ന് ചോദിച്ചാൽ അത് കാൽസ്യം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന സംയുക്തമാണ് എന്നുള്ളത് മറക്കണ്ട. അപ്പോൾ 85% കാൽസ്യം ഫോസ്ഫേറ്റ് ആണ്. ഇനി ശരീരത്തിൽ കാൽസ്യത്തിന്റെ അളവ് കുറയുമ്പോൾ അസ്ഥിയിൽ നിന്നും കാൽസ്യം വലിച്ചെടുക്കപ്പെടുകയും അങ്ങനെ അസ്ഥി ദുർബലമാവുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കണം. അതുപോലെ ഒരു കാര്യം നീ ശ്രദ്ധിക്കണം, നമ്മുടെ ശരീരത്തിലെ വിറ്റാമിൻ ഡിയുടെ കുറവ് കാൽസ്യത്തിന്റെ ആഗീരണത്തെ തടസ്സപ്പെടുത്തും. അങ്ങനെയും ശരീരത്തിൽ കാൽസ്യം കുറയും, അങ്ങനെ ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ വിറ്റാമിൻ ഡിയുടെ കുറവ് കാൽസ്യത്തിന്റെ ആഗീരണത്തെ കുറയ്ക്കുമെന്ന് മനസ്സിലാക്കണം. അപ്പൊ കാൽസ്യത്തിന്റെ ആഗീരണവുമായി ബന്ധപ്പെട്ട വിറ്റാമിൻ ഏത് എന്ന് ചോദിച്ചാൽ അവിടെ നമുക്ക് പറയാം വിറ്റാമിൻ ഡി എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞ പോയിന്റ് അനുസരിച്ചാണെങ്കിൽ കാൽസ്യത്തിന്റെ കുറവ്, വിറ്റാമിൻ ഡിയുടെ കുറവ് കഴിഞ്ഞില്ല,
പ്രായമാകുന്നത് ഒരു പ്രധാന ഘടകമാണ്. ഹോർമോണിന്റെ മാറ്റം ഒരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ ആർത്തവ വിരാമം സംഭവിച്ചു കഴിയുമ്പോൾ, ശ്രദ്ധിക്കണേ, സ്ത്രീയിൽ ആർത്തവ വിരാമം സംഭവിച്ചു കഴിയുമ്പോൾ സ്ത്രീക്കൊരു ആർത്തവ ചക്രമുണ്ട്, ആർത്തവ വിരാമമുണ്ട്. ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീയുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന സെക്സ് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നു. ഈസ്ട്രോജൻ എന്ന സെക്സ് ഹോർമോണിന്റെ ഉൽപാദനം കുറയുന്നത് പ്രായമായ സ്ത്രീകൾ അല്ലെങ്കിൽ വയസ്സായ സ്ത്രീകളിൽ ഓസ്റ്റിയോപൊറോസിസിന് സാധ്യത ഉണ്ട് എന്നുള്ള പോയിന്റ് മറക്കണ്ട. അപ്പോൾ പ്രായമായ സ്ത്രീകളിൽ ഏത് വിറ്റാമിൻ്റെ കുറവാണ് ഓസ്റ്റിയോപൊറോസിസിന് കാരണമെന്ന് ചോദിച്ചാൽ അത് ഏത് വിറ്റാമിനാണ്? ഈസ്ട്രോജൻ ആണ്. ഇത് നേരെ തിരിച്ച് പുരുഷനിലാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിനക്ക് ടെസ്റ്റോസ്റ്റിറോൺ എന്ന് എഴുതി വയ്ക്കാം, തെറ്റില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ പ്രായമായ ഒരു സ്ത്രീയിലാണ് എങ്കിൽ അവളുടെ ആർത്തവ വിരാമത്തിന് ശേഷം ഈസ്ട്രോജന്റെ ഉൽപാദനം കുറയാം. ഇനി ഈസ്ട്രോജന്റെ ഉൽപാദനം കുറയുന്ന വേറൊരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഈ ഗർഭപാത്രമൊക്കെ എടുത്തു കളയുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഈ ക്യാൻസറോ അല്ലെങ്കിൽ അതുപോലെയുള്ള മുഴകളോ ഒക്കെ വരുന്ന സമയത്ത് അവയവങ്ങളൊക്കെ എടുത്തു മാറ്റുന്ന ഒരു രീതി ഉണ്ടല്ലോ. ആ ഒരു രീതി വരുന്ന സ്ത്രീകളിലും പ്രായമാകുന്നതിന് മുന്നേയും എന്തു വരാനുള്ള ഒരു സാധ്യത ഉണ്ട്? ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം അവളുടെ ശരീരത്തിലും ഈസ്ട്രോജന്റെ ഉൽപാദനം കുറയുമെന്ന് മനസ്സിലാക്കണം. ഇനി ചില മരുന്നുകൾ ഉപയോഗിക്കുന്നത് ഈസ്ട്രോജന്റെ ഉൽപാദനത്തെ കുറയ്ക്കാൻ കാരണമാകാറുണ്ട്. അതുപോലെ പാരമ്പര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതുപോലെ വ്യായാമത്തിന്റെ കുറവ് ഓസ്റ്റിയോപൊറോസിസിന് കാരണമാകാം. പൊന്നുമക്കളെ, വ്യായാമം എന്ന് പറയുന്നത് നമുക്ക് പല അസുഖങ്ങളെയും തടയുന്നതിനുള്ള ഒരു ഒറ്റമൂലിയാണ് എന്നുള്ളത് ഒന്ന് ഓർത്തു വച്ചിരിക്കണം. വ്യായാമം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതും പറയാത്തതുമായ ഒരുപാട് അസുഖങ്ങളുടെ ഒരൊറ്റമൂലിയാണ് എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തു വച്ചിരിക്കണം. അപ്പോൾ ഓർക്കണം, ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നതിൻ്റെ റീസൺസിൽ നമുക്ക് പറയാം വിറ്റാമിൻ ഡി പറയാം, കാൽസ്യം പറയാം, പ്രായമാകുന്നതൊരു കാരണമായിട്ട് പറയാം, ഹോർമോണിൻ്റെ മാറ്റങ്ങളൊരു കാരണമായിട്ട് പറയാം. അത് പുരുഷനിൽ ടെസ്റ്റോസ്റ്ററോണും സ്ത്രീയിൽ ഈസ്ട്രോജനും എന്ന് ഓർക്കണം. പിന്നെ ചില മരുന്നുകൾ, അതുപോലെ പാരമ്പര്യം ഒരു കാരണമാകാം. വ്യായാമത്തിൻ്റെ കുറവും ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടെത്തിക്കാം. ഇതിൽ ഒന്നിൽ കൂടുതലോ സംഭവങ്ങളുടെ ഒരു കൂട്ടിക്കുഴയലാണ് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള കാര്യം മറക്കണ്ട. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് ഞാൻ പോകുന്നു മക്കളെ. താഴെ പറയുന്നവയിൽ ഏവയൊക്കെയാണ് ഹൈപ്പർ നാട്രീമിയയുടെ കാരണങ്ങളായി കണക്കാക്കാവുന്നത്? ഹൈപ്പർ നാട്രീമിയയുടെ കാരണം. സോ ആദ്യം നമ്മൾ അറിയണം എന്താണ് ഹൈപ്പർ നാട്രീമിയ. അതറിയാമെങ്കിൽ മാത്രമേ ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? എഴുതാൻ സാധിക്കൂ, അല്ലെ? നോക്കാം. ശരീരത്തിൽ ജലാംശം കുറയുക, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, സോഡിയം അപര്യാപ്തത, ഡൈയുറൈറ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇതിൽ ഏതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്നാണ് ഓർക്കേണ്ടത്. ഹൈപ്പർ എന്ന വാക്കിൽ തന്നെ അറിയാം എന്തോ ഒരു സാധനം കൂടുതലാണ്, അല്ലെ? ഏത് സാധനമാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. എന്തോ ഒരു സാധനം കൂടുതലാണ്. അത് ഏത് സാധനം? അതാണ് സോഡിയം എന്ന് പറയുന്നത്. ഏതാണ് ആ സാധനം? സോഡിയം. അതായത് ഹൈപ്പർ നാട്രീമിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് കൂടുന്നതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണേ. ഹൈപ്പർ നാട്രീമിയയുടെ കാരണങ്ങൾ: 1, ശരീരത്തിൽ ജലാംശം കുറയുക, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, സോഡിയത്തിന്റെ അപര്യാപ്തത, അതുപോലെ ഡൈയുറൈറ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ചോദ്യത്തിൽ വരുന്നത്. പെട്ടെന്ന് ഇതിന്റെ ആൻസർ ഒന്ന് നിങ്ങൾ എന്നെ ഒന്ന് നോക്കിയടാ. ഒരൊറ്റ വാക്കിൽ തന്നെ നമുക്കിവിടെ ഉത്തരം കിട്ടും. എന്താ അറിയോ? ഹൈപ്പർ നാട്രീമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഡിയത്തിന്റെ കൂടുതൽ. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ കിടക്കുന്ന ഒരു സാധനമുണ്ട്, സോഡിയത്തിന്റെ അപര്യാപ്തത എന്നൊരു സാധനം കിടപ്പുണ്ട്. അപ്പൊ എന്തായാലും അവനല്ല എന്നുള്ള കാര്യം അവിടെ മനസ്സിലാക്കണം. എന്തായാലും ഓപ്ഷൻ സി അവിടെ വരാൻ സാധ്യതയില്ല. ശരീരത്തിൽ ജലാംശം കുറയുന്നത് സോഡിയത്തിന്റെ ഉൽപാദനം കൂട്ടും. അമിതമായ ഉപ്പിന്റെ ഉപയോഗം സോഡിയത്തിന്റെ അളവിനെ കൂട്ടും. ഡൈയുറൈറ്റിക് മരുന്നുകൾ ഉപയോഗിക്കുന്നത് സോഡിയത്തിന്റെ ഉൽപാദനം കൂട്ടും. സോ നമ്മുടെ ഇവിടത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് എന്താണെടാ? ഓപ്ഷൻ എയും ബിയും ഡിയുമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. എന്താണ് മക്കളെ ഹൈപ്പർ നാട്രീമിയ എന്ന് നമ്മൾ പറയുന്നത്? രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് സാധാരണ നിലയിൽ നിന്നും കൂടുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഹൈപ്പർ നാട്രീമിയ എന്ന് നമ്മൾ വിളിക്കുന്നത്. സാധാരണ സോഡിയത്തിന്റെ അളവ് എത്രയാണെന്ന് ചോദിച്ചാൽ 135നും 145നും ഇടയ്ക്കുള്ള മില്ലി ഇക്വലന്റ്, അതായത് പെർ ലിറ്ററിൽ 135നും 145നും ഇടയ്ക്കുള്ള മില്ലി ഇക്വലന്റ്, അതാണ് MEQ എന്ന് പറയുന്നത്,
മില്ലി ഇക്വലന്റ് ആണ് കേട്ടോ. ആ ഒരു അളവാണ്. അപ്പൊ ഇങ്ങനെ ഓർക്കുക, 135 145 ഇടയ്ക്കാണ് പെർ ലിറ്ററിലുള്ള സോഡിയത്തിന്റെ അളവ് എന്ന് പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള നോർമൽ അളവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഹൈപ്പർ നാട്രീമിയയുടെ ലക്ഷണങ്ങൾ ചോദിച്ചാൽ അമിതമായ ദാഹം, അതുപോലെ വരണ്ട കഫം, അതുപോലെ ഒരു ആശയക്കുഴപ്പം, പേശികൾക്ക് ദുർബലത വരുന്നു, അപസ്മാരം സംഭവിക്കാം, കോമ സംഭവിക്കാം. ഇതൊക്കെയാണ് ഹൈപ്പർ നാട്രീമിയയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. അമിതമായ ദാഹം വരുന്നു, വരണ്ട കഫം, ആശയക്കുഴപ്പം, പേശികൾക്ക് ദുർബലത, അതുപോലെ അപസ്മാരം, കോമ എന്നിവയാണ് ഹൈപ്പർ നാട്രീമിയയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. നോർമൽ ആയിട്ടുള്ള സോഡിയത്തിന്റെ അളവ് ചോദിച്ചാൽ 135 145 മില്ലി ഇക്വലന്റ് ആണ് പെർ ലിറ്ററിൽ എന്നത് മറക്കണ്ട. എന്താണ് ഹൈപ്പർ നാട്രീമിയ? രക്തത്തിൽ സോഡിയത്തിന്റെ അളവ് സാധാരണയിലും കൂടുതലായിട്ട് മാറുന്നതിനെ വിളിക്കുന്ന പേരാണ് ഹൈപ്പർ നാട്രീമിയ എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഈ ഹൈപ്പർ നാട്രീമിയയുടെ കാരണങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇവിടെ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. നമ്മുടെ ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. ശരീരത്തിൽ ജലാംശം കുറയുന്നത് ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. അമിതമായിട്ട് നമ്മൾ ഉപ്പ് ഉപയോഗിക്കുന്നത് ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. വൃക്ക രോഗങ്ങളുണ്ടെങ്കിൽ അത് ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. ചില മരുന്നുകളുടെ ഉപയോഗം ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. ചില ഹോർമോണുകളുടെ തകരാറുകൾ ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകാം. അപ്പോൾ ഹൈപ്പർ നാട്രീമിയയുടെ കാരണങ്ങൾ ചോദിച്ചാൽ ശരീരത്തിന്റെ ജലാംശം കുറയുക, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, വൃക്ക രോഗങ്ങൾ, ചില മരുന്നുകൾ, ഹോർമോൺ തകരാറുകൾ എന്നിവയൊക്കെ ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകുന്നു. ശരീരത്തിന്റെ ജലാംശം കുറയുക, അമിതമായ ഉപ്പിന്റെ ഉപയോഗം, വൃക്ക രോഗങ്ങൾ, ചില മരുന്നുകൾ, അതുപോലെ ഹോർമോൺ തകരാറുകൾ എന്നിവ ഹൈപ്പർ നാട്രീമിയയ്ക്ക് കാരണമാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഹൈപ്പർ നാട്രീമിയ ബന്ധപ്പെട്ട ചോദ്യവും അതിനെ റിലേറ്റ് ചെയ്തുള്ള പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. വൃത്തിയായിട്ട് പഠിച്ചു വെച്ചോ മക്കളെ. അടുത്ത ചോദ്യം, ഹൈപ്പോ കലാമിയയോട് ബന്ധപ്പെട്ട ചുവടെയുള്ള പ്രസ്താവനയിൽ എന്താണ് ശരിയാകുന്നത്? 1. അമിതമായ ഛർദിയും വയറിളക്കവും പൊട്ടാസ്യം നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഹൈപ്പോ കലാമിയ ഹൃദയമിടിപ്പ് ക്രമരാഹിത്യം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ്. മഗ്നീഷ്യം കുറവായാൽ പോലും പൊട്ടാസ്യം നില കുറയാൻ സാധ്യതയുണ്ട്. ഡൈയുറൈറ്റിക്കുകളുടെ ഉപയോഗം പൊട്ടാസ്യം നിലയെ കൂട്ടുന്നു. ഓപ്ഷൻ നോക്ക്, എന്നിട്ട് എൻ്റെ ആൻസർ പറ. അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെയും നമുക്കൊരു പ്രശ്നമുണ്ട്. എന്താണ് ഹൈപ്പോ കലാമിയ എന്ന് പറയുന്നത്? ഹൈപ്പോ കലാമിയ എന്ന് പറയുന്നത് APJ അബ്ദുൽ കലാമിന്റെ പേരിലുള്ള എന്തെങ്കിലും ആണോ? കാരണം ഇത് പറയാൻ കാരണം ഒരു ബാക്ടീരിയക്ക് പേരുണ്ട് കേട്ടോ, സോളി ബാസിലസ് കലാമി. അതിന്റെ ചോദ്യം എന്താണെന്നറിയോ? നമ്മുടെ നാസ ബഹിരാകാശത്തൊരു ബാക്ടീരിയയെ കണ്ടെത്തി. ആ ബാക്ടീരിയക്ക് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് പേര് കൊടുത്തത്. ഏതാണ് ആ ബാക്ടീരിയയുടെ പേര്? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. അപ്പൊ സോളി ബാസിലസ് കലാമി. ഓക്കെ, കലാമി. അപ്പൊ ആ കലാമി കിടക്കുമ്പോൾ ഇപ്പോഴേ അങ്ങനെ ഒരു സംശയം വരണ്ട കേട്ടോ. ഞാൻ എന്തായാലും അത് മനഃപൂർവ്വമായിട്ടൊരു പോയിന്റ് കിട്ടട്ടെ എന്ന് പറഞ്ഞതാണ്, പഠിച്ചു വെച്ചോളേ കേട്ടോ. സോളി ബാസുലസ് കലാമി എന്ന് പറയുന്നത് നാസ ബഹിരാകാശത്ത് കണ്ടെത്തിയ ഒരു ബാക്ടീരിയയുടെ പേരാണ്. അതിന് APJ അബ്ദുൽ കലാമിന്റെ പേരാണ് കൊടുത്തത് എന്നത് മനസ്സിലാക്കണം. ഇവിടെ ഹൈപ്പോ കലാമിയ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചോദിച്ചാൽ പൊട്ടാസ്യം എന്ന് പറയുന്ന ധാതുവിന്റെ കുറവാണ് കേട്ടോ. പൊട്ടാസ്യത്തിന്റെ അപര്യാപ്തത ഹൈപ്പർ കലാമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കൂടുന്നത്, ഹൈപ്പോ കലാമിയ എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം കുറയുന്നത്. അപ്പൊ ഹൈപ്പോ കലാമിയുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മളിവിടെ ചോദിച്ചത്. ഹൈപ്പോ കലാമിയയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഇവിടെ പെട്ടെന്ന് ആൻസർ പറഞ്ഞേടാ. അതായത് ഇവിടത്തെ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് അമിതമായ ഛർദിയും വയറിളക്കവും പൊട്ടാസ്യം നഷ്ടപ്പെടാൻ കാരണമാകും കേട്ടോ. അത് മനസ്സിലാക്കണേ. 2, ഹൈപ്പോ കലാമിയ വന്നു കഴിഞ്ഞാൽ ഹൃദയമിടിപ്പ് ക്രമരാഹിത്യം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ മഗ്നീഷ്യം കുറവാകുന്നത് പൊട്ടാസ്യം നില കുറയ്ക്കാൻ സാധ്യത ഉണ്ട് എന്നൊരു പോയിന്റും പഠിക്കണം. ഇതൊക്കെ നമ്മളപ്പുറത്ത് പഠിക്കും. നിങ്ങൾ പഠിക്കാത്തതുകൊണ്ട് ഈ പോയിന്റ് അറിഞ്ഞുകൂടാ.
ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം പൊട്ടാസ്യത്തിന്റെ നില കൂട്ടുന്നു എന്ന് പറയുന്ന പ്രസ്താവനയാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ABC എന്ന് പറയുന്നതാണ് കേട്ടോ. ഇവിടുത്തെ ഓപ്ഷൻ എയും ബിയും സിയും കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്ന്, ഇത്തരം ചോദ്യങ്ങളെ നമ്മളൊന്ന് പരിചയപ്പെട്ട് വെക്കണം. അതുപോലെ അതിനകത്ത് വരുന്ന പോയിന്റ്സുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വെറുതെ വായിച്ചു നോക്കി പോയതുകൊണ്ട് കാര്യമില്ല. എങ്ങനെ എവിടെ നിന്ന് ചോദിച്ചാലും നിന്നെ കൊണ്ട് എഴുതാൻ പറ്റണം. അതിന് നീ കണ്ടന്റ് പക്ക ആയിരിക്കണം. അത് പഠിപ്പിച്ചെടുക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്തം. നിങ്ങളുടെ ഉത്തരവാദിത്തം പഠിച്ചെടുക്കുക എന്ന് പറയുന്നത്. നോക്കടാ, എന്താണ് മക്കളെ ഹൈപ്പോ കലാമിയ എന്ന് പറയുന്നത്? പൊട്ടാസ്യം ധാതുവിന്റെ അപര്യാപ്തത അല്ലെങ്കിൽ പൊട്ടാസ്യം ഡെഫിഷ്യൻസിയാണ് നമ്മൾ ഹൈപ്പോ കലാമിയ എന്ന് പറയുന്നത്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ ആധിക്യത്തിന് പറയുന്ന പേര് ഹൈപ്പർ കലാമിയ എന്നതാണ്. ഹൈപ്പോ കലാമിയ എന്നത് രക്തത്തിൽ പൊട്ടാസ്യത്തിന്റെ അളവ് സാധാരണ നിലയേക്കാൾ കുറഞ്ഞു പോകുന്നു. സാധാരണ പൊട്ടാസ്യം നില എന്ന് പറയുന്നത് 3.5-നും 5.5-നും ഇടയ്ക്കാണ്. സാധാരണ പൊട്ടാസ്യത്തിന്റെ നില 3.5-നും 5.5-നും ഇടയ്ക്കാണ്. ഇതിന്റെ അളവിന്റെയും കുറഞ്ഞു പോകുന്നതാണ് ഹൈപ്പോ കലാമിയ എന്ന് നമ്മൾ പറയുന്നത്. ഈ ഹൈപ്പോ കലാമിയയുടെ കാരണങ്ങൾ നോക്കടാ. അമിതമായ ഛർദി ഹൈപ്പോ കലാമിയയ്ക്ക് കാരണമാകാം. അതുപോലെ വയറിളക്കം, ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം, വൃക്കാരോഗങ്ങള്, ചില ഹോർമോണുകളുടെ തകരാറ്, അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവ്, ഇതൊക്കെ എന്തിന്റെ കാരണങ്ങളായിട്ട് പറയാം? ഹൈപ്പോ കലാമിയുടെ കാരണങ്ങളായിട്ട് പറയാം. മനസ്സിലായല്ലോ? അതായത് ഹൈപ്പോ കലാമിയ എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കണം, ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം എന്ന് പറഞ്ഞില്ലേ, ചില ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം കൊണ്ട് എന്ത് കുറയും? പൊട്ടാസ്യത്തിന്റെ നില കുറയും. പക്ഷെ നമ്മുടെ ഓപ്ഷനിൽ തന്നത് എന്താ? പൊട്ടാസ്യത്തിന്റെ നില കൂടുന്നു എന്ന ഓപ്ഷനിൽ തന്നത്. മനസ്സിലാക്കണേ, ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം പൊട്ടാസ്യത്തിന്റെ നില കുറയ്ക്കുന്നു എന്നതാണ് ശരി. പക്ഷെ ഇവിടെ തന്നിട്ടുള്ളത് കൂട്ടുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ആ ഓപ്ഷൻ നമുക്ക് അവിടെ തെറ്റായിട്ട് വന്നത്. മനസ്സിലാക്കണേ, അമിതമായ ഛർദിയോ അതുപോലെ വയറിളക്കമോ ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗമോ അല്ലെങ്കിൽ വൃക്കാരോഗങ്ങളോ ഇനി ചില ഹോർമോണിന്റെ തകരാറുകളോ അതുപോലെ മഗ്നീഷ്യത്തിന്റെ കുറവ് പൊട്ടാസ്യത്തിന്റെ അളവിനെ കുറയ്ക്കുമെന്ന് കൂടി മനസ്സിലാക്കണം കേട്ടോ. മഗ്നീഷ്യത്തിന്റെ കുറവ് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നതിന് കാരണമാകും. മഗ്നീഷ്യത്തിന്റെ കുറവ് ഹൈപ്പോ കലാമിയയുടെ ഒരു കാരണങ്ങളിൽ ഒന്നാണെന്ന് മറക്കണ്ട. ഓക്കെ ആണല്ലോ? സെറ്റാണല്ലോ? ഇനി ഇവന്റെ ലക്ഷണങ്ങൾ ചോദിച്ചാൽ പേശികൾക്ക് ദുർബലത ഉണ്ടാവുകയോ, അതുപോലെ മലബന്ധം ഉണ്ടാകുന്നു, ക്ഷീണം ഉണ്ടാകുന്നു, ഹൃദയമിടിപ്പ് ക്രമരഹിതമായിട്ട് മാറുന്നു. പൊട്ടാസ്യത്തിന്റെ അളവ് കുറയുന്നത് ഹൃദയമിടിപ്പ് ക്രമരഹിതമായിട്ട് വരുന്നതിനോ മലബന്ധത്തിനോ ക്ഷീണത്തിനോ ഇനി പേശികളുടെ ദുർബലത ഉണ്ടാക്കാനോ ഒക്കെ കാരണമാകുമെന്നത് മനസ്സിലാക്കണം. അപ്പൊ പേശികളുടെ ദുർബലത, ക്ഷീണം, അതുപോലെ മലബന്ധം, അതുപോലെ ഹൃദയമിടിപ്പ് ക്രമരഹിതമാവുക എന്നിവയ്ക്ക് കാരണമാകുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പോ കലാമിയ എന്ന് പറയുന്ന. ഹൈപ്പോ കലാമിയയുടെ കാരണങ്ങൾ വ്യക്തമായിട്ട് പഠിച്ചു വെക്കണേ. കാരണം അവിടെ തെറ്റ് വരാൻ സാധ്യതയുണ്ട്. മഗ്നീഷ്യത്തിന്റെ കുറവ് ഹൈപ്പോ കലാമിയയ്ക്ക് കാരണമാകാം. ചില ഹോർമോണിന്റെ തകരാറ് വരാം. വൃക്കാരോഗങ്ങൾ കാരണമാകാം. ഡൈയുറേറ്റിക്കിന്റെ ഉപയോഗം പൊട്ടാസ്യത്തിന്റെ അളവിനെ കുറയ്ക്കും. നമ്മൾ ഓപ്ഷനിൽ വന്നത് കൂട്ടുവന്നതാണ്. വയറിളക്കം അതുപോലെ അമിതമായ ഛർദി എല്ലാം ഹൈപ്പോ കലാമിയയ്ക്ക് കാരണമാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പൊ ഇത്രയുമാണ് ഹൈപ്പോ കലാമിയയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? പഠിച്ചു വെക്കേണ്ടത്. അങ്ങനെയെങ്കിൽ അടുത്ത ഒരു സിമ്പിൾ ചോദ്യം, നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്ന അവസ്ഥയിൽ ഏതാണ് ശരിയായ പ്രസ്താവന? നെഞ്ചരിപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ബേൺ എന്ന് പറയും. നെഞ്ചരിപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായതാണ് നമ്മൾ ചോദിക്കുന്നത്. ഓപ്ഷൻ എ, നെഞ്ചരിപ്പ് നെഞ്ചിലെ രക്തക്കുഴലിന്റെ തടസ്സമാണ്. ഓപ്ഷൻ ബി, നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്നത് ആമാശയത്തിലെ അമ്ലം ഹൃദയത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ്. അമ്ലം എന്ന് പറഞ്ഞാൽ ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഹൃദയത്തിലേക്ക് കയറിയത് കൊണ്ടാണ്. 3, നെഞ്ചരിപ്പ് ആമാശയത്തിലെ അമ്ലം അന്നനാളത്തിലേക്ക് ഒഴുകിയതിനാൽ. ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളത്തിലേക്ക് എത്തിയത് കൊണ്ടാണ് നെഞ്ചരിച്ചിൽ വന്നു എന്നാണ് ഒരു ഓപ്ഷൻ. അടുത്തത്, നെഞ്ചരിപ്പ് വെറും മനസ്സിൽ തോന്നുന്ന ഒരു ഭയം മാത്രമാണ്. അതായത് നെഞ്ചരിപ്പ് ഒരു സിമ്പിൾ സാധനം, നമുക്കിങ്ങനെ എനിക്കെന്തോ നെഞ്ചുവേദന വരുന്നത് പോലെ എനിക്ക് തോന്നുന്നു, അത്രയേ ഉള്ളൂ, ഒരു ഭയം, അത്രയേ ഉള്ളൂ, അതാണ് എന്നാണ് പറയുന്നത്. ഈ 4-ൽ ഏത് പ്രസ്താവനകളാണ് ശരിയായ പ്രസ്താവന എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, അപ്പൊ നെഞ്ചരിപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ഒരൊറ്റ ശരിയുള്ള, ബാക്കിയെല്ലാം തെറ്റാണ്. ഒന്ന് ആലോചിച്ചിട്ട് പെട്ടെന്ന് വായിച്ചു നോക്കിയിട്ട് പെട്ടെന്ന് പറഞ്ഞേ. നെഞ്ചരിപ്പ്, നെഞ്ചിലെ രക്തക്കുഴൽ തടസ്സം, യാതൊരു ബന്ധവുമില്ല. നെഞ്ചരിപ്പ് അനുഭവപ്പെടുന്ന ആമാശയത്തിലെ അമ്ലം അല്ലെങ്കിൽ ആസിഡ് ഹൃദയത്തിലേക്ക് പോകുന്നതാണ്. ആമാശയം എവിടെ കിടക്കുന്നു, ഹൃദയം എവിടെ കിടക്കുന്നു, അങ്ങനത്തെ ഒരു സംഭവം നടക്കാൻ സാധ്യതയില്ല. പക്ഷേ
നിന്റെ ആമാശയത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് അന്നനാളം എന്ന് പറയുന്നത്. അന്നനാളത്തിലൂടെയാണ് ആഹാരം ആമാശയത്തിൽ എത്തുന്നതെങ്കിൽ ആമാശയത്തിലെ അമ്ലത്തിന് തിരിച്ച് അന്നനാളത്തിലേക്ക് കയറാനും ഒരു പോസിബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കണം. സോ അവിടുത്തെ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്ട് ഓപ്ഷൻ സി ആണ്. നെഞ്ചെരിപ്പ് എന്ന് പറയുന്നത് നിന്റെ ആമാശയത്തിലെ ആസിഡ് അന്നനാളത്തിലേക്ക് തിരിച്ചൊഴുകുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ എന്താണ് നെഞ്ചെരിപ്പ് എന്ന് പറയുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായല്ലോ. അതിന് ഇംഗ്ലീഷ് ടേം എന്ന് പറയുന്നത് ഹാർട്ട് ബേൺ എന്നാണ് പറയുന്നത്. ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിപ്പ്, പല ഹാർട്ട് ബേൺ അല്ലെങ്കിൽ നെഞ്ചരിപ്പുകളും നമ്മൾ അറ്റാക്കായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട്. ഇനി അറ്റാക്കിനെ പലരും നമ്മൾ നെഞ്ചരിപ്പായിട്ട് തെറ്റിദ്ധരിച്ച് സമയത്തിന് ആശുപത്രിയിൽ എത്താത്ത സാഹചര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. നെഞ്ചുവേദനകൾ ഒരിക്കലും നമ്മളൊരു ഒരു പരീക്ഷണത്തിന് വെച്ചിരിക്കാതെ അതിൻ്റെതായ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മളതൊരു അറ്റാക്ക് ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ വൈദ്യസഹായം നേടുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, നെഞ്ചെരിപ്പ് എന്ന് പറഞ്ഞാൽ എന്ത്? നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്നത് എവിടെ? അതായത് ആമാശയമാണ്. നെഞ്ചെരിപ്പ് അനുഭവപ്പെടുന്ന നെഞ്ചിന്റെ മധ്യഭാഗത്ത് സ്റ്റെർണത്തിന് പിന്നിലായിട്ടാണ്. നെഞ്ചിന്റെ മധ്യഭാഗത്ത് സ്റ്റെർണത്തിന്റെ പിന്നിലായിട്ട്, നെഞ്ചിന്റെ മധ്യഭാഗത്ത് സ്റ്റെർണം. അപ്പൊ എന്താണ് സ്റ്റെർണം എന്ന് പറഞ്ഞാൽ? അതാ ഇവിടെ ഇരിക്കുന്ന ഒരു അസ്ഥിയുണ്ട് സ്റ്റെർണം എന്ന് പറഞ്ഞുകൊണ്ട്. നിന്റെ ഈ ഭാഗത്ത് കാണപ്പെടുന്ന അസ്ഥിയുടെ പേരാണ് സ്റ്റെർണം എന്ന് പറയുന്നത്. ഈ സ്റ്റെർണത്തിന്റെ പിറകിലൂടെയാണ് നമ്മുടെ അന്നനാളം പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് അത് തന്നെയാണ്. ആമാശയത്തിൽ നിന്നും നിന്റെ അന്നനാളത്തിലേക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ഒരു വരവുണ്ട്. അതാണ് നമുക്ക് നെഞ്ചെരിപ്പായിട്ട് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പൊ നെഞ്ചെരിപ്പ് അല്ലെങ്കിൽ ഹാർട്ട് ബേൺ അനുഭവപ്പെടുന്നത് നെഞ്ചിന്റെ മധ്യഭാഗത്ത് സ്റ്റെർണത്തിന്റെ പിന്നിലായിട്ടാണ്. ആമാശയത്തിലെ അമ്ലം അന്നനാളത്തിലേക്ക് തിരികെ ഈസോഫാഗസിലേക്ക് തിരികെ ഒഴുകുന്നതിനെയാണ് നമ്മൾ നെഞ്ചെരിച്ചിൽ എന്ന് പറയുന്നത്. അന്നനാളത്തിന്റെ ഭിത്തി ആമാശയത്തിന്റെ അത്ര ശക്തമായി എന്തിനെ? അസിഡിറ്റിയെ പ്രതിരോധിക്കാൻ ശേഷിയില്ലടാ. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഇപ്പോ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുക അല്ലെങ്കിൽ അസിഡിറ്റിയെ പ്രതിരോധിക്കാൻ കഴിവുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു ഏരിയ ഉള്ളത് ആമാശയത്തിൽ മാത്രമാണ്. ആമാശയത്തിന്റെ മുന്നിലോ ആമാശയത്തിന്റെ പിന്നിലോ ഇരിക്കുന്ന ഒരു അവയവങ്ങൾക്കും അസിഡിറ്റിയെ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ കഴിയില്ല. സോ അതുകൊണ്ട് തന്നെ അവിടങ്ങളിൽ അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ആ അവയവങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും കേടുവരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ആമാശയത്തിൽ അസിഡിറ്റി ഓക്കെ, അത് നേരെ അന്നനാളത്തിൽ കയറി കഴിഞ്ഞാൽ അന്നനാളത്തിൽ ഈ അസിഡിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കപ്പാസിറ്റി ഒന്നും അന്നനാളത്തിലെ പേശികൾക്ക് അല്ലെങ്കിൽ ഭിത്തികൾക്കില്ല എന്നതുകൊണ്ടാണ് അവിടെ നെഞ്ചരിച്ചിൽ വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ അതുകൊണ്ടാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് അന്നനാളത്തിൽ എത്തുമ്പോൾ അവിടെ നമുക്കൊരു എരിച്ചിലും പുകച്ചിലും ഒക്കെ എന്ത് ചെയ്യപ്പെടുന്നത്? അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ക്ലിയർ ആണല്ലോ? നെഞ്ചരിച്ചിൽ എന്താന്നുള്ളത് മനസ്സിലായല്ലോ? സിമ്പിള് സാധനങ്ങളെയാണ് ഞാൻ ഇന്ന് എടുത്തുകൊണ്ട് വന്നത്. പക്ഷെ അവിടെ നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാം. അതിനെ നമ്മൾ തറവാക്കി പോണം. അതുകൊണ്ടാണ് ഈ പോയിന്റ്സുകൾ കൊണ്ടുവന്നത്. ക്ലിയർ ആണല്ലോ? സെറ്റ് ആണല്ലോടാ? ഓക്കെ ആണല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമ്മൾ പോകുന്നു. കഴിഞ്ഞില്ല. നെഞ്ചരിപ്പിന്റെ കാരണങ്ങൾ കൂടി പഠിച്ചു വെക്കണം കേട്ടോ. നെഞ്ചരിപ്പിന്റെ കാരണങ്ങൾ നോക്കിയടാ. ഭക്ഷണ രീതിയിലെ ചില പ്രശ്നങ്ങൾ, അതായത് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്, അതുപോലെ എണ്ണമയത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത്, ഇനി കൃത്യസമയത്തല്ലാത്ത നമ്മുടെ ഭക്ഷണ രീതി, ഇതൊക്കെ നെഞ്ചരിപ്പിന് കാരണമാകാം. അപ്പോൾ ചില ഭക്ഷണ രീതി മാറ്റിയാൽ നമുക്ക് നെഞ്ചരിപ്പിനെ നിയന്ത്രിക്കാം. എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചാൽ, അമിതമായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക, എണ്ണമയം കൂടിയ ഭക്ഷണത്തെ കുറയ്ക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ നമുക്ക് നെഞ്ചരിപ്പിനെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം. അതുപോലെ അമിതവണ്ണം നെഞ്ചരിപ്പിന്റെ ഒരു പ്രധാന കാരണമാണ്. പുകവലിക്കുന്നവർക്ക് നെഞ്ചരിച്ചിൽ വരാനുള്ള സാധ്യത കൂടുതലാണ്. ചില മരുന്നുകൾ നെഞ്ചരിപ്പിന്റെ സാധ്യതയാണ്. ഗർഭം ധരിക്കുന്ന ചില അമ്മമാർക്ക് നെഞ്ചരിപ്പ് സ്ഥിരമായിട്ട് വരാനുള്ള സാധ്യത ഉണ്ട് എന്നതും മനസ്സിലാക്കണം. അപ്പൊ ഗർഭം ധരിക്കുന്നത് ഒരു കളവിൽ നെഞ്ചരിപ്പിന് കാരണമാകുന്നുണ്ട്. ചില മരുന്നുകൾ കാരണമാകുന്നുണ്ട്. പുകവലി നെഞ്ചരിച്ചിലിന്റെ ഒരു കാരണമായിട്ട് വരുന്നുണ്ട്. അമിതവണ്ണം ഒരു നെഞ്ചരിച്ചിലിന്റെ കാരണമായിട്ട് വരുന്നുണ്ട്. ഇതിലെല്ലാം പ്രധാനം ഭക്ഷണരീതിയിലെ ചില മാറ്റങ്ങളാണ്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, അമിതമായി ഭക്ഷണം കഴിക്കുന്നതോ, എണ്ണമയം കൂടിയ ഭക്ഷണം കഴിക്കുന്നതോ, കൃത്യസമയത്തല്ലാതെ നീ ഭക്ഷണം കഴിക്കുന്നതോ ഒക്കെ നെഞ്ചരിച്ചിലിന് കാരണമാകാം എന്നുള്ളതും കൂടി മനസ്സിലാക്കി വെച്ചേക്കുക. ക്ലിയർ അല്ലേ? ഇതാ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. ആൽബിനിസം ഉള്ളവർക്ക് പൊതുവെ കാണപ്പെടുന്ന ഒരു ലക്ഷണം: കറുത്ത വങ്കര മുടി, ത്വക്ക് വളർച്ച കൂടുതലായിരിക്കും, വെളുത്ത ചർമ്മം, ഇളം കണ്ണുകൾ, ശക്തമായ സൂര്യപ്രതിരോധം. ആൽബിനിസം ഉള്ളവർക്ക് പൊതുവെ കാണപ്പെടുന്ന ലക്ഷണം എന്താണ്? ആൽബിനിസം ഉള്ളവർക്ക് പൊതുവെ കാണപ്പെടുന്ന ലക്ഷണം ഏതാണ്? ആൽബിനിസം പെട്ടെന്ന് പറ മക്കളെ.
എന്താണ് ആൽബിനിസം എന്നതൊക്കെ അറിയാമെങ്കിലേ നമുക്ക് ഇതൊക്കെ എഴുതാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് വേറൊരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. എടാ, ഈ ആൽബിനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതാണ് ആൽബിനിസം. മെലാനിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ത്വക്കിന് നിറം നൽകുന്നവനാണ് മെലാനിൻ എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇവിടെ നോക്കടാ, കറുത്ത എന്ന് പറയുമ്പോഴേ അവിടെ അല്ല, ആൽബിനിസം അല്ല. ത്വക്ക് വളർച്ച കൂടുതലായിരിക്കും, അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. വെളുത്ത ചർമ്മം, ഇളം കണ്ണ് സാധ്യത ഉണ്ട്. വെളുത്ത ചർമ്മമാണ്, ഇളം നിറമുള്ള കണ്ണുകൾ, അതാണ് ഇളം കണ്ണെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇനി ശക്തമായ സൂര്യപ്രതിരോധം, ആൽബിനിസം ഉള്ളവർക്ക് സൂര്യപ്രതിരോധം കുറവാണ് എന്നതാണ് വാസ്തവം. സോ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ പോയിന്റ്സുകൾ പറയാം. അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റേറ്റ്മെന്റ് വായിക്കുമ്പോൾ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ സ്റ്റേറ്റ്മെന്റ് വായിച്ച് നമുക്കത് അറിയില്ല, മനസ്സിലായില്ല എങ്കിൽ അതിനർത്ഥം നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ഒരു പരീക്ഷ ഹാളിൽ ഇരുന്നാൽ പോലും നമ്മളൊരു ടോപ്പിക്, ഒരു കണ്ടന്റ് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോയാൽ അതിനായിട്ട് ബന്ധപ്പെട്ട ഏത് ചോദ്യം വന്നാലും, എങ്ങനെ സ്റ്റേറ്റ്മെന്റിൽ മറിച്ചു തിരിച്ച് ചോദിച്ചാലും നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ കുറച്ചു പേർക്കെങ്കിലും ഇത് എഴുതാൻ പറ്റിയില്ല എങ്കിൽ അതിനർത്ഥം എന്താണ്? നമുക്ക് ഈ സാധനത്തെക്കുറിച്ച് അറിയില്ല. അപ്പൊ നമുക്ക് ഈ സാധനത്തെക്കുറിച്ച് പഠിക്കാം. നോക്കടാ, ഇവിടെ നോക്കടാ, മെലാനിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ആൽബിനിസം എന്ന് പറയുന്നത്. ആൽബിനിസം എന്നത് എന്താണ്? നിന്റെ ശരീരത്തില് മെലാനിന്റെ ഉൽപാദനം കുറയുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ എന്ന് പറയരുത്, ഒരു ജനിതക അവസ്ഥയാണ്. അപ്പൊ ഇതൊരു ജനിതക രോഗമാണെന്ന് മറക്കണ്ട. ആൽബിനിസം ഒരു ജനിതക വൈകല്യമാണെന്ന് മറക്കണ്ട. ആൽബിനിസം ഒരു ജനിതക വൈകല്യമാണ്. ആൽബിനിസം എന്ന് പറയുന്നത് മെലാനിൻ എന്ന് പറയുന്ന വർണ്ണകത്തിന്റെ കുറവ് മൂലമുണ്ടാകുന്ന, കുറവോ ഇല്ലായ്മയോ കൊണ്ടുണ്ടാകുന്ന അസുഖത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് മക്കളെ? ആൽബിനിസം എന്ന് വിളിക്കുന്നത്. ഇനി നിന്റെ ത്വക്ക്, മുടി, കണ്ണ് എന്നിവയ്ക്കൊക്കെ നിറം കൊടുക്കുന്ന വർണ്ണകത്തിന്റെ പേര്, പിഗ്മെന്റിന്റെ പേരാണ് മെലാനിൻ എന്ന് പറയുന്നത്. മെലാനിനെ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിന്റെ പേരെന്താണ്? മെലാനിനെ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിന്റെ പേരാണ് മെലാനോസൈറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത്. മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിന്റെ പേരെന്താണ്ട? മെലാനോസൈറ്റ്. സൈറ്റ് എന്ന് വിളിക്കാം. അപ്പൊ മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിന്റെ പേരെന്താണടാ? മെലാനോസൈറ്റ് എന്ന് വിളിക്കാം. മെലാനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശത്തിന്റെ പേര് മെലാനോസൈറ്റ്. ഒരു കാര്യം ശ്രദ്ധിക്കണം, എല്ലാവരുടെയും ശരീരത്തിലെ മെലാനോസൈറ്റുകളുടെ എണ്ണം മിക്കവാറും തുല്യമായിരിക്കും. എന്നാൽ അതിൽ ഉൽപ്പാദിപ്പിക്കുന്ന മെലാനിന്റെ അളവിലെ വ്യത്യാസമാണ് നിന്നെയും എന്നെയും നിറവ്യത്യാസത്തിന്റെ കാരണമെന്ന് പറയുന്നത്. എന്താണടാ? എല്ലാവരുടെയും ശരീരത്തിലെ മെലാനോസൈറ്റിന്റെ അളവ് ഏകദേശം തുല്യമാണ്. പക്ഷേ അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാനിലെ വ്യത്യാസമാണ് ഓരോ വ്യക്തികളിലെയും നിറവ്യത്യാസത്തിന്റെ അടിസ്ഥാനമെന്ന് മനസ്സിലാക്കിക്കോ. മെലാനിൻ കുറവായതിനാൽ ആൽബിനിസം ഉള്ള ഒരു വ്യക്തിക്ക് വെളുത്ത ചർമ്മം, വെളുത്ത അല്ലെങ്കിൽ ഇളം നിറമുള്ള മുടി, കറുപ്പായിരിക്കൂല. അതുപോലെ ഇളം നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കണ്ണ്, ഇളം നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കണ്ണ്, ഇതൊക്കെ മെലാനിൻ കുറവുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്. അപ്പൊ മെലാനിൻ കുറവാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ആൽബിനിസം ബാധിച്ച ഒരു വ്യക്തിക്ക് ഒരു വെളുത്ത ചർമ്മമായിരിക്കാം, വെളുത്ത അല്ലെങ്കിൽ ഇളം നിറമുള്ള മുടിയായിരിക്കാം, നീല അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള കണ്ണുകളായിരിക്കാം. ഇതാണ് കാരണം. നമ്മൾ പറഞ്ഞു ത്വക്ക്, ചർമ്മം, മുടി, ത്വക്ക്, ചർമ്മം ഒന്നല്ലേ? പിന്നെ എന്താടാ നിങ്ങൾ ഇങ്ങനെ തിരിച്ചു പറയാതിരിക്കണേ? ഓക്കെ, അപ്പൊ ചർമ്മം, മുടി, കണ്ണ് എന്നിവയ്ക്ക്, ചർമ്മം, മുടി, രാവിലെ 5 മണിയിലെ എന്നുറങ്ങിപ്പോയതാ. ചർമ്മം, മുടി, കണ്ണ് എന്നിവയ്ക്ക് നിറം നൽകുന്നത് കൊണ്ട് തന്നെ ആൽബിനിസം ബാധിച്ച ഒരു വ്യക്തിക്ക് ചർമ്മത്തിന് നല്ല വെളുത്ത നിറമായിരിക്കും, മുടിക്ക് ഇളം നിറമോ വെളുത്ത നിറമോ ആയിരിക്കും, കണ്ണുകൾക്ക് നീലയോ അല്ലെങ്കിൽ പിങ്കോ നിറമായിരിക്കും. ഇതാണ് എന്തെന്ന് പറയുന്നത്? മെലാനിൻ എന്ന് പറയുന്നത്. ഇനി നോക്കടാ, മെലാനിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താണെന്നറിയോ? നമ്മുടെ സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നവനാണ് മെലാനിൻ. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളിൽ നിന്നും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നവനാണ് മെലാനിൻ. അപ്പോൾ ആ സംരക്ഷിക്കുന്നവനിൽ മെലാനിൻ കുറഞ്ഞാൽ ഈ പറയുന്ന അൾട്രാ വയലറ്റ് രശ്മിയെ നമ്മുടെ ത്വക്കിലേക്ക് കടത്തിവിടാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ത്വക്ക് അല്ലെങ്കിൽ ചർമ്മ അർബുദം അല്ലെങ്കിൽ ത്വക്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കണം. അപ്പം മെലാനിൻ എന്ന് പറയുന്നത് ത്വക്കിൽ ക്യാൻസർ ഉണ്ടാകുന്നതിൽ നിന്നും മനുഷ്യനെ തടയുന്ന ഒരു സാധനമാണെന്ന് മനസ്സിലാക്കണം. അപ്പം മെലാനിന്റെ കുറവ് മൂലമുണ്ടാകുന്ന ആൽബിനിസം ഉള്ള ഒരു വ്യക്തിക്ക് ചർമ്മത്തിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കണം.
ഇതേ വ്യക്തികൾക്ക് കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇപ്പം മെലാനിൻ്റെ കുറവുള്ള വ്യക്തിക്ക് കാഴ്ച ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം നമുക്ക് സാധാരണ ഒരു പ്രകാശം വരുമ്പോൾ നമ്മൾ നോക്കുന്നു. ഇപ്പം എനിക്ക് ആൽബിനിസം ഇല്ല, ദൈവം സഹായിച്ചു. അപ്പം ഞാനൊരു വസ്തുവിൽ നോക്കുമ്പോൾ ഉള്ള ഒരു പ്രകാശമുണ്ട്, സാധാരണ ഒരു പ്രകാശം. ആൽബിനിസം ഉള്ളൊരു വ്യക്തിക്ക് ഈ സാധാരണ പ്രകാശവും അതിഭയങ്കര പ്രകാശമായിട്ട് തോന്നുന്നു. അതായത് പകല് റോഡിൽ കൂടെ നമ്മളിപ്പോൾ നടന്നു പോകുമ്പോഴും അയാൾ എപ്പോഴും കണ്ണിങ്ങനെ ചിമ്മി, അതായത് നമ്മൾ കണ്ണിലേക്ക് ഒരാൾ ശക്തമായ ഒരു ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ കണ്ണ് എങ്ങനെ പിൻവലിക്കുന്നോ അതുപോലെ ആയിരിക്കും ആൽബിനിസം ഉള്ള ഒരാൾ സാധാരണ ഒരു പ്രകാശത്തിലോടുള്ള ആ വ്യക്തിയുടെ ഒരു റിപ്ലൈ എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ആൽബിനിസം ഉള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പെട്ടെന്ന് നിങ്ങൾക്ക് അത് കൺവിൻസിങ് ആവും, പെട്ടെന്ന് മനസ്സിലാവും. ആ വ്യക്തികൾ എപ്പോഴും ഇങ്ങനെ ഒരു ലുക്കോ അല്ലെങ്കിൽ അവർ പ്രകാശത്തോടെ ഡയറക്റ്റ് നോക്കാത്ത രീതിയിലോ ഒക്കെ ആയിരിക്കും അവരുടെ ഒരു റെസ്പോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ലോക ആൽബിനിസ ദിനം അല്ലെങ്കിൽ അവബോധ ദിനം എന്ന് പറയുന്നത് ജൂൺ 13 എന്ന് മറക്കണ്ട. ലോക ആൽബിനിസവുമായി ബന്ധപ്പെട്ട ദിനം എന്നാണ് എന്ന് ചോദിച്ചാൽ അത് ജൂൺ 13 മറക്കണ്ട. അപ്പോൾ കാഴ്ച സംബന്ധമായ പ്രശ്നങ്ങളുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നുണ്ട്. ചർമ്മ അർബുദം ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ ആൽബിനിസം ഉള്ള ആൾക്കാർക്ക് ഉണ്ടാവാറുണ്ട്. ലോക ആൽബിനിസം അവബോധ ദിനം എന്ന് പറയുന്നത് ജൂൺ 13. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ കൊണ്ട് നിർത്തരുത്. 5 മണി മുതൽ 5:30 മണി വരെ നിങ്ങൾ നിങ്ങളുടെ സൂപ്പർ നോട്ട്സിന്റെ 5am ക്ലബ്ബ് കണ്ടു. അവിടം കൊണ്ട് ഒരിക്കലും നിർത്തരുത്. തുടർന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുക. ഇന്നത്തെ ദിവസം അവസാനിക്കുന്നതുവരെയും പരമാവധി പോയിന്റുകൾ ഈ എനർജിയോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണാം.